കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ മാസം 23-ന് അവതരിപ്പിക്കും. സമ്പൂർണ്ണ ബജറ്റായിരിക്കും അവതരിപ്പിക്കുക. രാധാകൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഫെബ്രുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പ് കാരണം വോട്ട് ഓൺ അക്കൗണ്ടാണ് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുക പുതിയ സർക്കാരായിരിക്കുമെന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോഴത്തെ നടപടി. നിർമ്മല സീതാരാമൻ 23-ന് ഈ സമ്പൂർണ്ണ ബഡ്ജറ്റ് ആയിരിക്കും അവതരിപ്പിക്കുക. മാറിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒറ്റ പാർട്ടി എന്ന നിലയിൽ BJPക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ജനപ്രിയ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഈ ബഡ്ജറ്റ്. പ്രത്യേകിച്ച് ഇടത്തരക്കാരായിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള ടാക്സ് പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും ഇത്തവണത്തെ ബഡ്ജറ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 23-ാം തീയതി ആയിരിക്കും നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വ്യത്യസ്ത വിഭാഗങ്ങളുമായി, വ്യവസായ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നതാണ് ഇപ്പോഴത്തെ സൂചന. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.